അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ 2019 ജനുവരി 25 ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടും സാക്ഷ്യം പറയാനായിട്ട് ഞാൻ താമസിച്ചു പോയി. അതിന് 1000 ക്ഷമ ചോദിക്കുന്നു. ആദ്യമേ എൻ്റെ പേര് സിജോ വർഗീസ്. ഞാൻ മാന്നാർ പാവുക്കര ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് പണിക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് പണി പൂർത്തിയാവുകയും അതുകൊണ്ട് എൻ്റെ വൈഫ് സൗദിയിൽ പോകാൻ വേണ്ടി പ്രോമോട്ട് എഴുതുകയും അത് പാസ്സായി. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പാസ്സായി എന്ന് എന്നെ വിളിച്ച് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് താഴെ ഒരു റൂമേ ഉള്ളായിരുന്നു, ചെറിയൊരു വീട് ദൈവം തന്നത്. അത് കഴിഞ്ഞ് മേളിൽ അമ്മ, പപ്പ, ഞാൻ, വൈഫ്, മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മുറിയേ ഉള്ളായിരുന്നു. അന്നേരം 2 വർഷത്തിന് ശേഷം അമ്മ ഞങ്ങൾക്ക് മേളിൽ 2 മുറിയും കൂടെ ഇറക്കുകയും വീട് ഇച്ചിരൂടെ 2 നിലയായിട്ട് പണിയുകയും ചെയ്തു. അതിനുശേഷം വൈഫിൻ്റെയൊക്കെ കുടുംബത്ത് അവിടെ സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു. 5ാമത്തെ നില പണിതിട്ട് ഞങ്ങൾ പെർമിഷൻ എടുക്കാതാണ് ഞങ്ങൾ വീട് പണിതത്. കാരണം പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ വേണം, പെർമിഷൻ വാങ്ങിച്ചിട്ടേ നമുക്ക് വീട് പണിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഇത് പെർമിറ്റിന് വേണ്ടി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്തിട്ടും അതങ്ങോട്ട് ശരിയാകുന്നില്ല, അത് അപ്ലോഡ് ആകുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും മാതാവിൻ്റെക്ക് നേരിട്ട് വന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാൻ ആലപ്പുഴ വരെ വന്നപ്പോഴത്തേക്ക് അത് അപ്രൂവലായി കിട്ടുകയും അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ വൈഫിന് ഒക്കെ സ്വന്തമായൊരു ഭവനമില്ലായിരുന്നു കുടുംബത്ത്. അതും ഇവിടെ ഉടമ്പടി വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥന ഫലമായി അതും സാധിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായൊരു വാഹനം ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അത് മാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് തന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. അത് ഓടിച്ച് ഇവിടെ വരികയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങ് വന്നിട്ട് ഉടമ്പടി പുതുക്കി തിരിച്ചു പോകുമായിരുന്നു. അതിന് ഒത്തിരി ഞാൻ ക്ഷമ വഹിക്കുന്നു. നമുക്ക് ഒത്തിരി അനുഗ്രഹം തന്നാൽ അത് ഇവിടെ ഒന്ന് ദൈവത്തിന് സാക്ഷ്യപ്പെടുത്തിയാലേ നമുക്ക് ഇതാകത്തുള്ളൂ. കാരണം ഇന്ന് കഴിഞ്ഞ 1 മാസമായിട്ട് എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടൽ, തലകറക്കം. കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എന്നെ വിശദീകരിക്കണേ, എന്നെ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണമേ എന്നായിരുന്നു. ഇവിടെ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്ത് ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അല്ലാതെ വീടുകളിലും എല്ലാം കൊണ്ട് കൊടുക്കും, പള്ളികളിലും എല്ലാം ഞാൻ കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് അനാഥാലയത്തിൽ പോയി ഫുഡ് കൊടുക്കും, ഹോസ്പിറ്റലിൽ പോയി ഫുഡ് കൊടുക്കും. അല്ലാതെ രോഗികൾക്കൊക്കെ പൈസ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ വരുമല്ലോ, അന്നേരം ഞാൻ അത് പൈസ അവർക്ക് അയച്ചു കൊടുക്കും, അവരുടെ അക്കൗണ്ടിലൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ജോലിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് സൗദിയിൽ നേഴ്സാണ്. ഞാൻ എന്താവശ്യം പറഞ്ഞാലും അവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് വൈഫ് തന്നെ എന്നെ ഒത്തിരി പ്രചോദിപ്പിക്കാറുണ്ട്. വൈഫ് ഇപ്പോൾ സൗദിയിലെ നേഴ്സാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പ്രോമോട്ടറി പാസ്സായി സൗദിയിൽ ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞ് വൈഫിന് ജോലി മാറിക്കയറുവാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അത് സാധിച്ചു കിട്ടുകയും ചെയ്തു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയും ഉടമ്പടി സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഒത്തിരി ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയും നേരത്തെ ഇടയ്ക്ക് മുടങ്ങി പോകാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോവുകയും നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ കുമ്പസാരിക്കാനൊക്കെ ഒത്തിരി മടി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്, ഡെയിലി കുർബാനയ്ക്ക് പോകാറുണ്ട്. ബൈബിള് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകത്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ വെച്ച് വായിക്കാറുണ്ട്. പിന്നെ സന്ധ്യാപ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും എല്ലാം ചൊല്ലാറുണ്ട്. ഇപ്പം ഇത്രയേറെ ഞങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് 127 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. സിജോ വർഗീസിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സിജോയും വൈഫും ഇവിടെ വന്ന്
വൈഫ് ഇപ്പോഴാണ് ഉടമ്പടി എടുത്തത്. അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായ വ്യത്യാസത്തെയും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർത്ത് നന്ദി പറയാൻ വൈകിയതിനെ മാപ്പപേക്ഷിക്കുകയുമാണ് സിജോ ചെയ്യുന്നത്. സിജോ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഭാര്യയും അദ്ദേഹവും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വളരെ സ്നേഹത്തോടു കൂടിയാണ് കുടുംബം പുലർത്തുന്നത്. മാതാപിതാക്കളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ അവർക്ക് ഒരു 2 നില വീടിൻ്റെ ആവശ്യം വന്നു. വീടിന് സൗകര്യക്കുറവായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അവർക്ക് 2ാമത്തെ നില പണിയുന്നതിന് അനുവാദം കിട്ടുന്നില്ലായിരുന്നു. അനുവാദത്തിന് വേണ്ടി എപ്പോഴും ഓൺലൈൻ ആപ്ലിക്കേഷൻ വിടുമ്പോൾ അത് റിജക്റ്റഡ് ആവുകയായിരുന്നു. അദ്ദേഹം അമ്മയോട് തന്നെ, പരിശുദ്ധ അമ്മയോട് നേരിട്ട് അപ്ലൈ ചെയ്യാം, ഇവിടെ വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ച് ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ ആക്ടിവേറ്റായി അത് പാസ്സായത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വീട്ടിലൊരു വാഹനം വേണമായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നം കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങൾ പരിശുദ്ധമായി യാഥാർത്ഥ്യമാക്കി കൊടുത്ത ഒരു സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വരുമാനവും അതുപോലെ തന്നെ വീട്ടിലെ മറ്റ് അസ്വസ്ഥതകളുമെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ ഈശോ പ്രാപിച്ചു കൊടുത്ത വലിയ വലിയ അനുഗ്രഹങ്ങളും സ്വപ്ന സാക്ഷാത്കാരവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ഉടമ്പടി എടുക്കുമ്പോൾ നാം അവിടെ ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സാക്ഷ്യപേടകത്തെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. സാക്ഷ്യപേടകത്തിൽ വെച്ചിരിക്കുന്ന 3 വസ്തുതകളാണ് മന്നയും അഹറോൻ്റെ വടിയും അതുപോലെ തന്നെ നിയമസംഹിതയായ 10 കൽപ്പനകളും അതിനകത്തുണ്ട്. അത് ഒരു ദൈവത്തിൻ്റെ സാമീപ്യമായി ഇസ്രായേൽക്കാരോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് ഒരു മുട്ടുണ്ടായില്ല. അതിൻ്റെ പ്രതീകമാണ് മന്ന. അതുപോലെ തന്നെ ജീവിതം ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്, ആത്മീയമായി അവർ തകർന്നുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് അഹറോൻ്റെ വടി തളർത്ത് അതിൽ ബദാമിൻ്റെ കായ്കളും പൂക്കളും ഇലകളും എല്ലാം തളിർത്ത് വരികയും സ്നേഹം തന്നെയായ ജീവിത നിയമങ്ങൾ ദൈവം അവർക്ക് നൽകുകയും ചെയ്യുന്ന സാക്ഷ്യപേടകം അവർ വഹിച്ചുകൊണ്ട് പോയിരുന്നത്. നാം ആരൊക്കെയാണോ ഈ ഉടമ്പടിയിൽ വന്ന് ഉറച്ച് ജീവിക്കുന്നത് അവർക്കെല്ലാം ഈ സാക്ഷ്യപേടകം, പരിശുദ്ധ അമ്മയാണ് ഈ പുതിയ ഉടമ്പടിയിലെ പുതിയ ജീവിതത്തിലെ സാക്ഷ്യപേടകം. ഈശോയെ വഹിച്ചുകൊണ്ട് ആദ്യമായി പുറത്തേക്കിറങ്ങിയത് അമ്മയാണ്. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയെ തരുന്നു എന്നുള്ളതാണ് പുതിയ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ ആ ഒരു വലിയ നന്മയും. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. സിജോയുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉടൻ പരിഹാരം നൽകുന്ന സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിതഭാരങ്ങളും ലഘൂകരിച്ചുകൊണ്ട് സാക്ഷ്യത്തിൻ്റെ ഉടമ്പടിയുടെ എല്ലാ നിയോഗങ്ങളെയും എല്ലാ പ്രത്യേകതകളെയും നിർവഹിച്ചു കൊടുക്കുന്ന ഒരു സാക്ഷ്യമായി നമുക്കിതിനെ കാണാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും എല്ലാ ദുഃഖദുരിതങ്ങളെയും എല്ലാ ദുരന്തങ്ങളെയും നമ്മുടെ വിശ്വാസത്തെ ഉലയ്ക്കുന്ന ഏതൊരു പ്രശ്നങ്ങളായാലും അതെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സിജോയ്ക്കും കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.